ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, സത് ശ്രീ അകാൽ, കേം ഛോ, നമസ്കാരം, ആദാബ്. എന്താണ് വിശേഷം? എല്ലാവരും എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് Z4ൻ്റെ വീഡിയോ ഇടാത്തത്. നമുക്ക് ആ ഒരു വീഡിയോ Z4ൻ്റെ ഒരു വീഡിയോ ഇടണം, നിർബന്ധമായിട്ടൊരു Z4ൻ്റെ വീഡിയോ ഇട്ടേ പറ്റുമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും, മടിയാണ്. സത്യത്തിൽ ഇപ്പോൾ ഓൺ ദ വേയിൽ ഞാനൊരു സ്ഥലത്ത് നിർത്തിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത്. ഇത് 2016-17 രജിസ്റ്റേർഡ് Z5 ആണ്. അപ്പോൾ Z4നെ കുറിച്ച് റോഡ്സ്റ്റർ വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ഈ വണ്ടി പിന്നെ നമ്മൾ കളർ ചേഞ്ച് ചെയ്തതാണ്. ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ കളർ വൈറ്റ് ആയിരുന്നു. ഈ വൈറ്റ് കളർ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതിന് പകരം വൈറ്റ് കളർ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിൻ്റെ കളറ് മെർസിഡീസിൻ്റെ SLS AMG GTയുടെ കളറ്, ജർമ്മനിയുടെ കളറ് വരുത്തിച്ച് അത് മെർസിഡീസ് തന്നെ പെയിൻറ്റ് ചെയ്തു. പക്ഷേ അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റിന് പകരം ഗ്ലോസി ആക്കി. വണ്ടികൾ പോകുന്നതുകൊണ്ട് കുറച്ച് ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഗ്രില്ലുകൾ ഗ്ലോസി ബ്ലാക്ക് ചെയ്തു, താഴത്തുള്ള അത് ഗ്ലോസി ബ്ലാക്ക് ചെയ്തു. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് അലോയ്സ് നമ്മൾ ഒരു മാറ്റ് ഗ്രേ ആക്കി. ഞാൻ മേടിച്ചതിന് ശേഷം ചെയ്ത കാര്യങ്ങളാണ്. മാറ്റ് ഗ്രേ ആക്കി. ഇതൊരു കൺവേർട്ടബിൾ പിന്നെ കാറാണ്, 2 സീറ്റർ കൺവേർട്ടബിൾ ആയിട്ടുള്ള കാറാണ്. അതായത് 2 ഡോറ് കൺവേർട്ടബിൾ ആയിട്ടുള്ള ഹാർഡ് ടോപ്പ് കാറാണ്. BM ഏറ്റവും എനിക്ക് തോന്നുന്നു ഹാർഡ് ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് BM തന്നെയാണ്. SLK അല്ലെങ്കിൽ SLS, SLC ഇല്ലാന്നറിയില്ല, SLK SLS ഇതിനെ വെച്ച് നോക്കുമ്പോൾ BMൻ്റെ Z4ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഡ്രൈവിംഗ് പ്ലഷർ കുറച്ചുകൂടി കൂടുതലാണ്, ടോട്ടൽ റെസ്പോൺസ് ഭയങ്കര കൂടുതലാണ്. അതാണ് Z4നുള്ള മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത, നമ്മുടെ വണ്ടി അല്ലെങ്കിൽ ഈ മോഡലിൽ അൽക്കാൻഡർ ലെതർ അതുപോലെ ഫുള്ളി ലോഡറാണ്. ഇതിൽ തന്നെ പല വേരിയൻസും വരുന്നുണ്ട്. ഇതിൽ സോഫ്റ്റ് ടോപ്പും വരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ടത്. അപ്പോൾ വേറെ പറയുകയാണെങ്കിൽ